KSRTCയുടെ സാമ്പത്തിക പ്രയാസം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പല പദ്ധതികളും ഗവൺമെന്റ് മുമ്പിലുണ്ട്. ഇന്ന് ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടി വന്നെത്തിയതിനു ശേഷം ഫൈനലായിട്ടുള്ള തീരുമാനത്തിലോട്ട് എത്തും. അതുകൊണ്ട് നാളെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടി വന്നതിന് ശേഷം വീണ്ടും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തീരുമാനിച്ചു. റിവൈവൽ പാക്കേജ് ഉണ്ട്. അത് തൊഴിലാളികളുമായിട്ട് കൂടി സംസാരിച്ച് അതിന്റെ ഒരു തീരുമാനത്തിലെത്തും. അതോടൊപ്പം തന്നെ തൊഴിലാളികൾ ഇവിടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് നടപടികളും എടുക്കും. അങ്ങനെ ഒരു സമഗ്രമായ പാക്കേജിലൂടെ നിലവിലുള്ള KSRTCയുടെ ഈ വിഷമത്തിൽ നിന്ന് കരകയറ്റുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കും. അതാണ് ഇന്നത്തെ ചർച്ച. നാളെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടി വന്നതിന് ശേഷം ഫൈനലായിട്ടുള്ള തീരുമാനത്തിലോട്ടെത്തും. ഇവിടെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി 10 ദിവസത്തെ സാവകാശം ഞാൻ ചോദിച്ചിരുന്നത് അത് നാളെ ആണ് തീരുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രി കൂടെ വന്നെത്തണം, എങ്കിൽ മാത്രമേ ഫൈനൽ തീരുമാനമാകൂ. അതുകൊണ്ട് അതിൽ ഒരു ദിവസത്തിന്റെ വ്യത്യാസമുണ്ടാകും.